ഹായ് കൂട്ടുകാരെ, നമ്മൾ ഭോജരാജാവിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭോജരാജാവ് വലിയൊരു സംഖ്യ കൊടുത്ത് ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് ആ ഫലവൃക്ഷത്തോട്ടം വാങ്ങി. എന്താണ് ആ ഫലവൃക്ഷത്തോട്ടത്തിലെ ആ മാടത്തിൻ്റെ രഹസ്യം എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഭോജരാജൻ ഇത് വാങ്ങിയതെന്ന് നമുക്കറിയാലോ. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മന്ത്രി ചന്ദ്രസേനൻ്റെ മേൽനോട്ടത്തിൽ ആ തോട്ടത്തിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ മാടപ്പുരയ്ക്ക് കീഴിലുള്ള ഭൂമി കുഴിക്കുവാൻ തുടങ്ങി. എന്താവുമോ എന്തോ, അല്പ ദിവസങ്ങളിലെ കുഴിക്കലിന് ശേഷം ശ്രമം വിജയകരമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കനകരത്നഖചിതങ്ങളായ സ്തൂപികകളോട് കൂടിയ ഒരു സിംഹാസനമാണ് അവർക്ക് താഴെ കാണാൻ കഴിഞ്ഞത്. പ്രാചീന ശില്പകലയുടെ ഉത്തമ ദർശനമായ ആ സിംഹാസനം ഭോജരാജൻ്റെയും കാണികളുടെയും ഹൃദയങ്ങളിൽ വളരെ സന്തോഷം പകർന്നു. ഭോജരാജനും കൂട്ടരും വളരെ സന്തോഷത്തോടെ ആ സിംഹാസനം പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത് അതിശയകരമായൊരു വസ്തു തന്നെയാണ്, ഭോജരാജൻ ഉറക്കെ പറഞ്ഞു. 32 പടവുകളും കാവൽക്കാരികളായി 32 സാലഭഞ്ജികകളും ആ ദിവ്യ സിംഹാസനത്തിൽ ഉണ്ടായിരുന്നു. ആ സിംഹാസനം ഭോജരാജാവിൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചു. തോട്ടം കാവൽക്കാരനായിരുന്ന ബ്രാഹ്മണന്റെ ഭാവഭേദങ്ങൾക്ക് കാരണം ഈ സിംഹാസനമാണെന്നും ഇത് നീതിപ്രിയനായ ഏതോ രാജാവിൻ്റേതായിരിക്കാമെന്നും ഭോജരാജൻ ഊഹിച്ചു. അദ്ദേഹം അതിൽ സ്വയം ആരോഹണം ചെയ്യാൻ നിശ്ചയിച്ചു. അങ്ങനെ ഭോജരാജാവ് തൻ്റെ പ്രതാപത്തിന് യോജിച്ച സന്നാഹങ്ങളോടുകൂടി ആ അമൂല്യ സിംഹാസന ആരോഹണത്തിന് മുതിർന്നു. അന്ന് നാട് മുഴുവൻ ഉത്സവമായിരുന്നു. ഈ കർമ്മം വീക്ഷിക്കാൻ അയൽ നാടുകളിൽ നിന്ന് പോലും കാണികൾ എത്തിച്ചേർന്നിരുന്നു. പൂജകളെല്ലാം കഴിഞ്ഞ് പുരോഹിത വര്യൻ്റെ അനുഗ്രഹാശിസുകൾ സ്വീകരിച്ച് രാജാവ് സിംഹാസനത്തിനരികിലേക്ക് നടന്നു. വിനയാന്വിതനായി സദസ്സിനോട് ഉപചാരം പ്രകടമാക്കി. അദ്ദേഹം സിംഹാസനത്തിൻ്റെ ഒന്നാമത്തെ പടിയിൽ കാൽ വെച്ചു. 1000 കണ്ണുകൾക്ക് ലക്ഷ്യമായി 1000 ഹൃദയങ്ങൾക്ക് നാഥനായി ഭോജൻ ആദ്യത്തെ പടിയിൽ കാൽ ചവിട്ടിയപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി. 32 പടികളുടെ കാവൽക്കാരികളായി നിന്നിരുന്ന സാലഭഞ്ജികകളെല്ലാം കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വെറും മരപ്പാവകളാണെന്ന് കരുതിയിരുന്ന ആ കാവൽക്കാരികൾക്ക് സത്യത്തിൽ ജീവനുണ്ടായിരുന്നു. മാത്രവുമല്ല, അവർ ഭോജരാജനെ പരിഹസിക്കുക കൂടി ചെയ്തു. സദസ്സിലാകെ അമ്പരപ്പുണ്ടായി. ഭോജരാജനാകട്ടെ തികച്ചും അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് ആകെ പരിഭ്രമിച്ചു പോയി. എന്നാലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ആ സാലഭഞ്ജികകളോട് ചോദിച്ചു, ഹേയ് പ്രതിമകളെ, ഞാൻ ഈ സിംഹാസനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കിച്ചിരിക്കുന്നത്? കരുതിക്കൂട്ടി നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? കാര്യം പറയുവിൻ. അന്നേരം ഒന്നാമത്തെ പടിയിൽ നിന്നിരുന്ന പ്രതിമ ഒരു കുസൃതി ചിരിയോടെ അടക്കി പിടിച്ച് പറയാൻ തുടങ്ങി, അല്ലയോ ഭോജരാജാവേ, നിങ്ങൾ ഈ സിംഹാസനത്തിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാണ് ഞങ്ങൾ. ഈ വിശിഷ്ടമായ സിംഹാസനത്തിൽ കയറാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വിശ്വവിജയിയായ ദേവലോകത്ത് പോലും പ്രശസ്തിയുടെ പൊൻപതാക പറപ്പിച്ച 2000 സംവത്സരം രാജ്യം ഭരിച്ച 56 രാജാക്കന്മാരുടെ നായകനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനമാണിത്. സർവകലാ വല്ലഭനും വീരശൗരാദികളിൽ അദ്വൈതനുമായ ഞങ്ങളുടെ സ്വാമി എവിടെ കിടക്കുന്നു? കേവലം നിസാരനായ അങ്ങെവിടെ? ഈ വ്യത്യാസം ഓർത്തിട്ട് ഞങ്ങൾ ചിരിച്ചു പോയതാണ്. ഭോജരാജാവിൻ്റെ സകല സംശയങ്ങളും നീങ്ങി. ഈ സിംഹാസനത്തിൻ്റെ പവിത്രതയും ഉജ്ജ്വലമായ പഴയ ചരിത്രവും ഓർത്ത് അദ്ദേഹം പുളകിതനായി. ചക്രവർത്തിമാരിൽ മണിമുകുടമായിരുന്ന വിക്രമാദിത്യൻ്റെ വീരകഥകൾ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം ആദ്യത്തെ പടിയിലിരുന്ന സാലഭഞ്ജികയായ ലളിതയോട് വിക്രമാദിത്യ രാജാവിനെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. ഭോജരാജാവിനോടൊപ്പം തന്നെ അന്നവിടെ കൂടിയിരുന്ന ആ നാട്ടുകാരും അയൽ നാട്ടുകാരും മറ്റു വിശിഷ്ട വ്യക്തികളെല്ലാവരും തന്നെ വിക്രമാദിത്യ ചരിത്രം കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടിയിൽ നിന്നിരുന്ന സാലഭഞ്ജിക കഥ പറയാൻ തുടങ്ങി. എൻ്റെ പേര് ലളിത എന്നാണ്. എനിക്ക് വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ച് പറയാൻ വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്നാൽ വിക്രമാദിത്യ ചരിത്രം ആരംഭിക്കട്ടെ. കൂട്ടുകാരെ, വിക്രമാദിത്യ രാജാവിനെക്കുറിച്ച് സിംഹാസനത്തിൻ്റെ ഒന്നാമത്തെ പടിയിൽ നിന്ന സാലഭഞ്ജികയായ ലളിത പറഞ്ഞ കഥ കേൾക്കാൻ നിങ്ങളും നോക്കിയിരിക്കുകയാണോ?
എന്നാൽ നമുക്കത് നാളെ കേൾക്കാട്ടോ. അതുവരേക്കും ബായ്. പിന്നെ നമ്മുടെ കഥകൾ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതേ.